എല്ലാം പോയി. എന്തു പറയാനാ? ആദ്യം തന്നെ പറയാം, ഈ ഒരു വീഡിയോ ഒരു സഹതാപ വീഡിയോ, ന്യായീകരണ വീഡിയോ ഒന്നുമല്ല. നിങ്ങൾക്ക് പറയാൻ പൂർണ്ണമായ അവകാശമുണ്ട്. വലിയ രീതിയിൽ വെല്ലുവിളികളൊക്കെ നടത്തിയത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാനും അത് കേൾക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. അതവിടെ നിൽക്കട്ടെ. പറഞ്ഞു വരുന്നത്, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും അതെന്നെ സങ്കടപ്പെടുത്താൻ പോകുന്നില്ല. കാരണം അതിനേക്കാൾ എത്രയോ സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ എത്രയോ സങ്കടത്തിലാണ് ഉള്ളത് ഈ ഒരു മനുഷ്യൻ. പോർച്ചുഗലിൻ്റെ റൊണാൾഡോ, അല്ലെങ്കിൽ റൊണാൾഡോയുടെ പോർച്ചുഗൽ. ആ ഒരു മനുഷ്യൻ്റെ അവസാന വേൾഡ് കപ്പ് മത്സരമാണ് ഇന്ന് കളിച്ചത്. പരാജയപ്പെട്ടു. ഇനി ആ മനുഷ്യന് വേൾഡ് കപ്പ് കളിക്കില്ല. 99% പോർച്ചുഗലിന് വേണ്ടിയുള്ള അവസാന മത്സരം. ഇനി ആ ഒരു മനുഷ്യനെ പോർച്ചുഗൽ ജേഴ്സിയിൽ കാണാൻ പറ്റില്ല. അതിനേക്കാൾ വലിയ സങ്കടമൊന്നും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉണ്ടാവാൻ പോകുന്നില്ല. ആ ഒരു മനുഷ്യനെ കണ്ടിട്ടാണ് ഫുട്ബോൾ ഏറെ ഇഷ്ടപ്പെട്ടത്, പോർച്ചുഗൽ എന്ന ടീമിനെ ഇഷ്ടപ്പെട്ടത്, നെഞ്ചോട് ചേർത്തത്. ഞാൻ മാത്രമല്ല, കോടാനക്കോടി മനുഷ്യന്മാർ ആ ഒരു മനുഷ്യനെ കണ്ടിട്ടാണ് പോർച്ചുഗലിനെ ഇഷ്ടപ്പെട്ടത്. ആ മനുഷ്യൻ അവസാന മത്സരം ഇന്ന് കളിച്ചിറങ്ങി പരാജയപ്പെട്ടു. കണ്ണീരോട് കൂടിയാണ് ഗ്രൗണ്ടിൽ നിന്ന് പോയത്. അന്നേരം ഒരു എല്ലാവരും ഇരുന്നിട്ടുണ്ടാവും, ഇനി എന്ത്, എല്ലാം തീർന്നു എന്ന് മനസ്സിലാക്കിയ നിമിഷം, തോറ്റുപോയി എന്ന് മനസ്സിലാക്കിയ നിമിഷം. ഇതിനേക്കാൾ വലിയ വേദന ഒന്നും നിങ്ങളുടെ കമൻറ്റിൽ വരാനില്ല എന്നതാണ് സത്യം. ഓക്കെ, പിന്നെ പറയാനുള്ളത്, ഇതിനു മുമ്പും വേൾഡ് കപ്പിൽ റൊണാൾഡോ തോറ്റിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇനിയും അവസരമുണ്ട്, തിരിച്ചു വരാം, അടുത്ത പ്രാവശ്യമാണ്. പക്ഷെ ഇനി അതില്ല. എല്ലാം നഷ്ടപ്പെടാ. ഭയങ്കര സങ്കടത്തിലാണ്. കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനാണ് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക്. എന്തൊക്കെയായാലും ഞങ്ങളുടെ ബെസ്റ്റ് എന്നും റൊണാൾഡോ തന്നെയാണ്. വി സ്റ്റിൽ ലവ് യു ആൻഡ് താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് പലതും പറയാം, കാരണം വെല്ലുവിളി നടത്തിയതാണ്. എല്ലാം സ്പോർട്സ്മാൻസ്പിരിറ്റില്ല. വെല്ലുവിളിച്ചതും നിങ്ങൾ പറയുന്നതൊക്കെ ആ സ്പിരിറ്റിൽ തന്നെ എടുക്കണം. അങ്ങനെ എടുക്കാൻ പറ്റും. സ്പോർട്സാണ്. ജയിച്ചവർ തോറ്റവരെ കളിയാക്കും, അത് സ്വാഭാവികമാണ്. അത് നമ്മൾ ആ സ്പിരിറ്റിലെടുക്കാം. അങ്ങനെ തന്നെ തുടരാൻ പറ്റണം. കളിയെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, ചർച്ച ചെയ്യാം. പോട്ടെ.